celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ സെപ്റ്റംബർ 21 ശനിയാഴ്ച സെന്റ് മേരീസ് മതബോധന സ്കൂൾ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. മിഷൻ ലീഗ് പ്രസിഡന്റ് ആൻഡ്രൂ തേക്കുംകാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ പോൾ വിലങ്ങോട്ടുപറ മുഖ്യ അതിഥിയായിരുന്നു. 100-ൽ പരം മിഷൻ ലീഗ് അംഗങ്ങളുടെയും മിഷൻ ലീഗ് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സിന്റെയും മത അധ്യാപകരുടെയും ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിയിലാണ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത്. സെന്റ് മേരീസ് CML യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് മേരിയൻ കരികുളം യോഗത്തിന്റെ MC ആയിരുന്നു. ഇവാന മണ്ണുകുന്നൽ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തിനു ശേഷം യൂണിറ്റ് ട്രഷറർ ഫിലിപ്പ് നെടുംതുരുത്തി പുത്തൻപുരയിൽ എല്ലാവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രസിഡന്റ് ആൻഡ്രൂ തേക്കുംകാട്ടിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ മിഷൻ ലീഗ് സംഘടനയിൽ പ്രവർത്തിക്കുക വഴി തനിക്ക് വ്യക്തിപരമായി പല മേഖലകളിലും വളരാൻ സാധിച്ചുവെന്നും കഴിഞ്ഞ ഒരു വർഷക്കാലം പല നന്മ പ്രവർത്തികളും സമൂഹത്തിനു വേണ്ടി ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും പറയുകയുണ്ടായി. സെക്രട്ടറി ജിയാന ആലപ്പാട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ജോയിന്റ് ട്രഷറർ ജേക്കബ് മാപ്ലേറ്റ് കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. സെന്റ് മേരീസ് ജ്ഞാനായ CML യൂണിറ്റിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളായ പ്രസിഡന്റ് അസ്രിയൽ വാളത്താറ്റ്, വൈസ് പ്രസിഡന്റ് ഇസബൽ തന്നിച്ചുവട്ടിൽ, സെക്രട്ടറി ടോം പ്ലാത്തനാത്ത്, ജോയിന്റ് സെക്രട്ടറി അലിയ കൈതമലയിൽ, ട്രഷറർ ജാഷ് തോട്ടുങ്കൽ, ജോയിന്റ് ട്രഷറർ ഡാനിയൽ വാളത്താട്ട് എന്നിവരെയും യോഗത്തിൽ പരിചയപ്പെടുത്തുകയും അനുമോദിക്കുകയും ചെയ്തു. DRE സജി പുത്രക്കയിൽ തന്റെ ആശംസാ പ്രസംഗത്തിൽ സെന്റ് മേരീസ് CML യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മതബോധന സ്കൂളിന്റെ പൂർണ്ണ പിന്തുണ എന്നും ഉണ്ടായിരിക്കുമെന്നും കുട്ടികളുടെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടിയുള്ള പങ്കാളിത്തത്തിന് ഒരു കുറവും കൂടാതെ തുടർന്നു പോകണമെന്നും കുട്ടികളോട് ആഹ്വാനം ചെയ്തു. 2024-2025 പ്രവർത്തന വർഷം പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പരിപാടികളെപ്പറ്റി യൂണിറ്റ് ഡയറക്ടർ ജോജോ ആനാലിൽ യോഗമധ്യേ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അഗാധികളും നിലാരംബരുമായ കുട്ടികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി പ്രാർത്ഥനയുടെയും അനുകമ്പയുടെയും പുണ്യങ്ങൾ കുട്ടികളിൽ വളരാൻ ഉപകരിക്കുന്ന ഉദ്ദേശത്തോടെ ഈ വർഷം ആരംഭിക്കുന്ന ഡെഡിക്കേറ്റ് എ പ്രയർ, ഡൊണേറ്റ് എ മീൽ പ്രോഗ്രാം വിശുദ്ധ കുർബാനയിൽ കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകുന്നതിനൊതുങ്ങുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സീറ്റിംഗ്, ഗ്രൂപ്പ് അസൈൻമെന്റുകൾ, വ്യക്തിത്വ വികസനവും ആത്മീയ വളർച്ചയും ഉന്നം വെച്ചുകൊണ്ടുള്ള വിവിധയിനം സെമിനാറുകൾ, തീർത്ഥാടന യാത്രകൾ, CML ഫാമിലി പിക്നിക് എന്നിവയാണ് കർമ്മ പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മിഷൻ ലീഗിന്റെ നിലവിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളെയും മിഷൻ ലീഗിലൂടെ കുട്ടികളുടെ അച്ചടക്കത്തിലും വ്യക്തിത്വ വികസനത്തിലും കണ്ടുവരുന്ന മാറ്റങ്ങൾ പ്രശംസനീയമാണെന്നും സിജു അച്ഛൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു. ആത്മീയ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിഷൻ ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിർബന്ധമായും പങ്കുചേരണമെന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു. തുടർന്ന് സിജു മുടക്കോടിൽ അച്ഛനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് അസ്രിയേൽ വളത്താട്ടും സംയുക്തമായി 2024-2025 പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തിരിതെളിച്ചു. തുടർന്ന് ഫാദർ പോൾ വിലങ്ങാട്ടുപാറ നയിച്ച വിജ്ഞാനപ്രദമായ പ്രയർ ആൻഡ് ചാരിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറും നടന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.